മാരേജ് കഴിഞ്ഞപ്പോൾ ഒരു ജോലിയുടെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലായി. ഹസ്ബൻഡ് ഫാമിലിയിൽ എല്ലാവരും ഗവൺമെൻറ് വർക്ക് ചെയ്ത ആൾക്കാരായതുകൊണ്ട് അവർ കൂടുതൽ സപ്പോർട്ട് തന്നു. എൻ്റെ പേര് അക്ഷര, എൻ്റെ സ്ഥലം കല്ലറയാണ്, ട്രിവാൻഡ്രം തന്നെയാണ്. എംടെക് സീറ്റിലാണ് പഠിച്ചത്. പിന്നെ ഹസ്ബൻഡാണ് ഏത് കോച്ചിങ് സെൻറ്ററിൽ പോകണം എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് സിവിലിയൻസ് തന്നെ ബെസ്റ്റ് എന്ന് തോന്നി. സിവിലിയൻസ് മതി എന്ന് പറഞ്ഞു. 2022 ഓഗസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്ത് 1 മാസം മാത്രമേ എനിക്ക് വരാൻ കഴിഞ്ഞുള്ളൂ. കുഞ്ഞുണ്ടായി, അങ്ങനെ എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഇങ്ങോട്ട് വരാൻ കഴിയുമെന്ന് വിചാരിച്ചതല്ല. പിന്നെ വീട്ടിലിരുന്ന് തന്നെ പറ്റുന്ന പോലെ സമയം കണ്ടെത്തി പഠിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എക്സാം ഒന്നും ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് എക്സാമൊന്നും എഴുതാൻ പറ്റില്ലെന്നാണ് വിചാരിച്ചത്. പിന്നെ കുഞ്ഞും കൂടെ ഉണ്ടായത് കൊണ്ട് ഇനി ക്ലാസ്സിലും വരാൻ പറ്റില്ലെന്ന് വിചാരിച്ചു. പിന്നെ മോൾക്ക് 1 വയസ്സായപ്പോഴേക്കും പിന്നെ അമ്മ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ജോലി റിസൈൻ ചെയ്തു, മോളെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് വീണ്ടും സിവിലിയൻസിലോട്ട് വരാൻ പറഞ്ഞു. ഇവിടുത്തെ ക്ലാസ് മെറ്റീരിയൽസ് പിന്നെ PYQ ഇതൊക്കെ ഒരുപാട് സഹായിച്ചിരുന്നു. പിന്നെ ഫാക്കൽറ്റീസിൻ്റെ ഹെൽപ്പ്, പിന്നെ LSTD-Aയിലും മെയിൻ ലിസ്റ്റിൽ വരാൻ കഴിഞ്ഞു. പിന്നെ വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3യിലും വന്നു. അങ്ങനെ ഇവിടെ വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് മെയിൻ ലിസ്റ്റിൽ കയറാൻ പറ്റിയത്. ഇവിടുത്തെ മെറ്റീരിയൽസ് കൊണ്ട് തന്നെ വീണ്ടും പഠിച്ച് കുറച്ചുകൂടെ റാങ്ക് വാങ്ങാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്.